മറ്റൊന്നുകൂടി ഞാനതിവിടെ പറയട്ടെ, പിന്നെ പറയാൻ കഴിയും. സഹോദരിമാരും നിർത്തണം, നിർത്തിയേ പറ്റും, അല്ലെങ്കിൽ ഇനിയും അതിലപ്പുറം എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പൊ നാട്ടിലൊക്കെ ഉണ്ടൊരു സ്വഭാവം, കുടുംബത്തിൽ ഒരു മാസത്തിൽ 4 കല്യാണം ഉണ്ടെങ്കിൽ 4 കൂട്ടം ഡ്രസ്സ് എടുക്കുക. കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണം കഴിഞ്ഞു, ഏതോ കുടുംബത്തിൽ വകുപ്പുള്ള ഒരു കല്യാണം. നേരെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അടുത്തൊരു കല്യാണം, അതിന് ആ ഡ്രസ്സ് പോരാ. ആരാണ് ഈ കല്യാണത്തിന് പോകുന്ന ആൾക്കാർ? ഇന്നലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാ, അതിനൊരു ഡ്രസ്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു കല്യാണം, അതിനൊരു ഡ്രസ്. 4 മാസമാകുമ്പോഴേക്ക് ആ വീട്ടിലുള്ള ഡ്രസ്സ് ഒരാളുടേത് കൂട്ടി നോക്കിയാൽ തന്നെ 30 കൂട്ടം, പഴയതും പുതിയതൊക്കെ കൂടി കൂട്ടിയിട്ട്. നമ്മുടെ ധാരാളിത്തത്തിന്റെ ഒരു വകയാണ്. എന്തിനാണത്? പാകത്തിനുള്ള ഡ്രസ്സ് പോലെ. എന്നിട്ട് തലേണയിലേക്ക് നിറക്കാനില്ല, കാരണം തലേണ അത്രയും നിറച്ചു കഴിഞ്ഞു അവിടെ. ഇനി ബാക്കിയുള്ള എന്താ ചെയ്യാ? കത്തിക്കാം. നല്ല വസ്ത്രങ്ങൾ, നല്ല പുതിയത് വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കീറിയിട്ടോ ഒന്ന് പിന്നീട്ടോ വെക്കാം, അത് കീറിപ്പോയി എന്ന് പറയും. കീറിയ വസ്ത്രങ്ങൾ തുന്നി ധരിക്കാൻ പറ്റൂല, കീറിയാൽ ഒഴിവാക്കണം എന്നാണ്, അല്ലേ? ആ കീറിയത് തുന്നൽ സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുറഖിഉ ത്തൗബ്, വസ്ത്രം തുന്നുമായിരുന്നു. തുന്നലൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. എവിടെങ്കിലൊക്കെ ഒന്ന് കീറിയാല് പതുക്കെ ഒരു ഭാഗത്തേക്ക് വെച്ച് പുതിയത് വേറെ വാങ്ങാൻ. മുത്താബഅത്തിന്റെ മേഖലയിൽ നിന്ന് പൂർണ്ണമായും മാറിയാ പിന്നെ നമ്മുടെ ലക്ഷ്യം നടക്കും.